ഹലോ എവ്രിവൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി അതേപോലെ തന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ലാബ് അസിസ്റ്റന്റ് ഈ രണ്ട് എക്സാംസിനും ചുരുങ്ങിയ ടൈമിൽ ഓൾമോസ്റ്റ് നമുക്കൊരു 50 ഡേയ്സേ ഉള്ളൂ. ആ സമയം കൊണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. നമ്മുടെ എക്സാം ഡേറ്റ് വരുന്നത് January 16th. അപ്പോൾ ഓൾമോസ്റ്റ് ഇനി ഒരു 50 ഡേയ്സ് നമ്മുടെ മുന്നിലുള്ളൂ. അപ്പം ഇതിൽ നിങ്ങൾ ഒരു 35 ഡേയ്സ് നിങ്ങളുടെ സിലബസ് കംപ്ലീഷന് വേണ്ടിയിട്ടും ബാക്കി 15 ഡേയ്സ് റിവിഷന് വേണ്ടിയിട്ടും വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സിലബസ് വരുന്നത് കുറച്ച് വാസ്റ്റാണ്. ബട്ട് സ്റ്റിൽ ആ സിലബസ് നമ്മുടെ മുന്നത്തെ എക്സാംസിന് നമ്മൾ വന്ന് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ആ എക്സാംസ് എഴുതിയിട്ടും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് മാനേജബിൾ ആയിട്ടുള്ള സിലബസ് തന്നെയാണ്, വാസ്റ്റ് ആണെങ്കിലും കൂടി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അപ്പം ലിമിറ്റഡ് ടൈമിൽ നമുക്ക് മാക്സിമം കവർ ചെയ്യാന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതിൽ നമുക്ക് ടോട്ടൽ ഉള്ളത് 15 മൊഡ്യൂൾസ് ആണ്. അതിൽ 3 മൊഡ്യൂൾസ് ഇനോർഗാനിക്, ഓർഗാനിക് 5 മൊഡ്യൂൾസ്, ഫിസിക്കൽ 6 മൊഡ്യൂൾസ്, പിന്നെ അനലറ്റിക്കലിൻ്റെ 1 മൊഡ്യൂൾ. ഇത്രയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ സിലബസ് നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ച് ഒന്ന് നോക്കാം. മൊഡ്യൂൾസും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസും ഒന്ന് ജസ്റ്റ് നോക്കാം. സിലബസിൽ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഓർഗാനിക് ആണ്. ഓർഗാനിക്കിൽ നമുക്ക് അറ്റോമിക് സ്ട്രക്ചർ, അതേപോലെ തന്നെ പീരിയോഡിക് പ്രോപ്പർട്ടീസ്, PE ബ്ലോക്ക്, കെമിക്കൽ ബോണ്ടിങ്. ഇത് 10 മാർക്സ് വരുന്നുണ്ട് മൊത്തം. അപ്പം ഇതിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻസും പിന്നെ ആ പോർഷൻസിൽ എക്സ്ട്രാ വരുന്നത് ഞാനിങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇതേപോലെ നോക്കി നോക്കി പോയാൽ മതി. അപ്പം ഇത്രയും പോർഷൻസ് എങ്കിലും മിനിമം പഠിച്ചിരിക്കണം. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂളിൽ 10 മാർക്സിൻ്റെ മൊഡ്യൂളാണ്. അതിലും കോർഡിനേഷൻ, മെറ്റലർജി, ബയോ ഇനോർഗാനിക്. അപ്പം നിങ്ങളുടെ ഈ ഒരു സിലബസിൽ വരുന്ന ഈ പോർഷൻസിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ്. അതിൽ നമ്മുടെ ബേസിക്സ് ആണ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് പഠിക്കാനില്ല. കാര്യങ്ങളൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഹൈലൈറ്റഡ് പോർഷൻസ് നിങ്ങൾ എന്തായാലും നോക്കണം. നെക്സ്റ്റ് വരുന്നത് അനലിറ്റിക്കൽ കെമിസ്ട്രി ആണ്. ഇതിൽ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് കവർ ചെയ്യാം. അടുത്തത് ഓർഗാനിക് കെമിസ്ട്രി ആണ്. ഓർഗാനിക്കിൻ്റെ ബേസിക്സ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ നമ്മുടെ നോമൻക്ലേച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ട് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സും അതിൻ്റെ കുറച്ച് റിയാക്ഷൻസ്. ഇതിൽ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ റിയാക്ഷൻസിൻ്റെ മെക്കാനിസം കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അതായത് ഏത് ഇൻ്റർമീഡിയറ്റ് ആണ് ഏത് റിയാക്ഷനിലാണ് വരുന്നത് അത്രയും അറിഞ്ഞാൽ മതി. കൂടുതൽ ഡീപ്പായിട്ട് എല്ലാ മെക്കാനിസം അറിഞ്ഞിരിക്കണം എന്നില്ല. ബട്ട് ആ റിയാക്ഷൻസിൽ ഏത് ഇൻ്റർമീഡിയറ്റ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കാം. ദെൻ സ്റ്റീരിയോ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നമുക്ക് അതിൻ്റെ ബേസിക്സ് ആണ് കൂടുതലുള്ളത്. അതും ഒന്ന് നോക്കി വെക്കാം. അതേപോലെ തന്നെ ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട. ചിലപ്പം നിങ്ങൾക്ക് IRUV NMR ഡേറ്റ് തന്നിട്ട് കോമ്പൗണ്ട്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. ഇത് ഓർഗാനിക് പോർഷനിലാണ് വരുന്നത്. അപ്പം നിങ്ങൾ മൊത്തത്തിൽ ഈ ഓർഗാനിക്കിൻ്റെ കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നെയിം റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. നെയിം റിയാക്ഷൻസ് എന്തായാലും ആ നെയിം എടുത്ത് തന്നെ ചോദിക്കും. അപ്പോൾ അത് ഒന്നും ഒഴിവാക്കാണ്ട് മാക്സിമം പഠിക്കുക. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അരോമാറ്റിസിറ്റി ആണ്. അരോമാറ്റിസിറ്റി സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് നോക്കിയാൽ മതി. നെക്സ്റ്റ് ഹാലോജനേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആൻഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. ഇതിൽ ആൽക്കൈൽ ഹാലൈഡ്സും അരൈൽ ഹാലൈഡ്സ് ആണുള്ളത്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ദെൻ ഹെട്രോസൈക്ലിക്കിൻ്റെ കേസിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സും അതിൻ്റെ സിന്തസിസും എത്രയും മാത്രം പഠിച്ചാൽ മതി. സിന്തസിസ് കംപ്ലീറ്റ് സ്റ്റെപ്സും ഒന്നും ആവശ്യമില്ല. സ്റ്റാർട്ടിങ് മെറ്റീരിയലും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഓർത്താൽ മതി. ദെൻ ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ്, എപ്പോക്സൈഡ്സ് ആൻഡ് നൈട്രജൻ കോമ്പൗണ്ട്സ്. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആൽക്കഹോൾ, ഫീനോൾസ് ആണ്. ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കുറച്ച് നെയിം റിയാക്ഷൻസ് കാണാൻ പറ്റും. ആ നെയിം റിയാക്ഷൻസ് ഒന്നും മിസ് ചെയ്യരുത്. അതെന്തായാലും പഠിച്ചു വെക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതെങ്കിലും കവർ ചെയ്ത് വെക്കണം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്
6 മാർക്സ് ആണ് ഇതിന്. കാർബണൈൽ കോമ്പൗണ്ട്സ്, കാർബോക്സിലിക് ആസിഡ്സ്, ഡെറിവേറ്റീവ്സ്. അപ്പം ഇതിലെ കാർബണൈൽ കോമ്പൗണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഡിഹൈഡ്സും കീറ്റോൺസും അതിൻ്റെ പ്രിപ്പറേഷൻസ് ആൻഡ് റിയാക്ഷൻസ് അതൊന്ന് എന്തായാലും നോക്കി വെക്കണം. ദെൻ കാർബോക്സിലിക് ആസിഡ്സിൻ്റെ കുറച്ച് ബേസിക്സ് ഒക്കെ നോക്കിയാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ എസ്റ്റേഴ്സിൻ്റെ കേസിൽ കുറച്ച് നെയിം റിയാക്ഷൻസ് ഉണ്ട്, അതും എന്തായാലും നോക്കി വെക്കുക. നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ കെമിസ്ട്രി പോർഷൻസ് ആണ്. അതിൽ ഈ ഒരു മൊഡ്യൂളിൽ ഗേഷ്യസ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ് മൂന്നും വരുന്നുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചാൻസ് ഉള്ളത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. അപ്പം അതിൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഒക്കെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. നെക്സ്റ്റ് വൺ അയണിക് ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയ, അതുപോലെ തന്നെ ഫേസ് ഇക്വിലിബ്രിയ, ഇത് മൂന്നും ഇവിടെ വരുന്നുണ്ട്. ദെൻ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ +2 കെമിസ്ട്രിയുടെ സൊല്യൂഷൻസ്, അത് അവിടെ നോക്കി പഠിച്ചാൽ മതി. ആ ഒരു പോർഷൻസും കൂടി കവർ ചെയ്യണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് കെമിക്കൽ തെർമോഡൈനാമിക്സ്. ഇതിൽ ഞാൻ ഒന്നും തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല, കാരണം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മൊത്തം നിങ്ങൾക്ക് പഠിക്കണം. പിന്നെ ഇവിടെ പ്രോബ്ലംസ് എന്തായാലും ചോദിക്കും, അറ്റ്ലീസ്റ്റ് 2 പ്രോബ്ലം എങ്കിലും ഈ ഒരു പോർഷന് ചോദിക്കും, അപ്പം ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വരുന്നത് കെമിക്കൽ കൈനറ്റിക്സ്, സർഫസ് കെമിസ്ട്രി ആൻഡ് കറ്റാലിസിസ്. ഇതിൽ കെമിക്കൽ കൈനറ്റിക്സ് മൊത്തം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്യാതെ കൊടുത്തിട്ടുള്ളത്, അത് മുഴുവനും പഠിക്കുക. ദെൻ സർഫസ് കെമിസ്ട്രിയും അതേപോലെ തന്നെ പഠിക്കണം. നെക്സ്റ്റ് ഇലക്ട്രോ കെമിസ്ട്രി ആണ്, ഇതും മുഴുവനും ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പോസിബിൾ ആയിട്ടുള്ള പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ മുഴുവനും പഠിക്കണം. ബട്ട് ഈ ഒരു പോർഷൻസ്, ഹൈലൈറ്റഡ് പോർഷൻസ് ഒന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ചാൻസ് ഉണ്ട്. ദെൻ മൊളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ആണ്. സ്പെക്ട്രോസ്കോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. ഇതിലും ഓൾമോസ്റ്റ് ഓൾ ദ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിൽ റൊട്ടേഷൻ, IR, രാമൻ, NMR. ദെൻ ലാസ്റ്റ് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ്, ESR, ഇൻഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിൻ്റെ പോർഷനും കൊടുത്തിട്ടുണ്ട്, അതും കൂടി എന്തായാലും നോക്കണം. പിന്നെ ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈ കൊടുത്ത സിലബസിൽ നിന്നും കൂടാതെ നിങ്ങൾക്ക് വേറെയും ചില ടോപ്പിക്സ് ഒന്ന് വരാം, അങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് മോൾ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ 11th ആ ഒരു ചാപ്റ്ററിൽ വരുന്ന പോർഷൻസ് ആണ്. നിങ്ങൾക്ക് നമ്മളത് ഡിഗ്രിക്കും പഠിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നോക്കിയിട്ട് അത് പഠിക്കുക. ദെൻ ഡ്രഗ് കെമിസ്ട്രി ഭയങ്കര ഡീപ്പായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല, ബേസിക് ഡ്രഗ്സ് നോക്കി വെച്ചാൽ മതി. അത് ഈ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു +1 +2 ആ ഇതിൽ വരുന്ന ചാപ്റ്ററിലുണ്ട്, അതിലുള്ളതൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. ദെൻ നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ ഇന്റർമോളിക്കുലർ ഇൻട്രാക്ഷൻസിൻ്റെ കാര്യം, വാൻ ഡെർ വാൾസ്, അയോൺ ഡൈപോൾ, അങ്ങനത്തെ ഇൻട്രാക്ഷൻസ് അത് ഒന്ന് പഠിക്കണം. ദെൻ നമ്മൾ ഈ അനലിറ്റിക്കൽ മെത്തേഡ്സ് പഠിക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ അതിൻ്റെ സയൻറ്റിസ്റ്റിൻ്റെ പേരും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ചിലപ്പം ചോദിക്കാൻ ചാൻസസ് ഉണ്ട്, കാരണം ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ നൊബേൽ പ്രൈസ് ലോറേറ്റ്സിൻ്റെ കാര്യം നിങ്ങളൊന്ന് നോക്കി വെക്കണം. അപ്പം നിങ്ങൾ റിവൈസ് ചെയ്തത്, അതായത് സ്പേസ്ഡ് റെപ്പിറ്റേഷൻ എന്ന് പറയും, നിങ്ങളത് മൾട്ടിപ്പിൾ റിവിഷൻസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഉള്ള ടൈമിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മറന്നു പോകുന്ന പോർഷൻസ് മാത്രം എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അതായത് ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻസ് നിങ്ങൾ റിവൈസ് ചെയ്യുക. അതേപോലെ ഫോർമുലാസും റിവൈസ് ചെയ്യണം. ഫിസിക്കലിൻ്റെയൊക്കെ ഫോർമുല വരും, അപ്പോൾ ഈ ഫോർമുല എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി തന്നെ റിവൈസ് ചെയ്യണം. ദെൻ ഓർഗാനിക്കിൻ്റെ റിയാക്ഷൻസും ഇതേപോലെ തന്നെ എഴുതി റിവൈസ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് എഴുതാൻ കിട്ടുള്ളൂ. പിന്നെ ഓർഗാനിക് പഠിക്കുമ്പോഴുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഓർഗാനിക്കിൻ്റെ കേസിൽ നിങ്ങൾ റിയേജൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ഏത് റിയേജൻ്റാണ്, അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, റിയാക്ഷൻ മീഡിയം, ഏത് മീഡിയത്തിലാണ് നമ്മൾ റിയാക്ഷൻ നടക്കുന്നത്, ദെൻ അതിന് ആവശ്യമായിട്ടുള്ള റിയേജൻ്റ് ഏതാണ്, അതേപോലെ തന്നെ പ്രൊഡക്റ്റ്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പം നിങ്ങൾ ആ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത നെയിം റിയാക്ഷൻസ് ഫുൾ ആ സെൻറ്റൻസ് ഒന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല. ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ
ആ ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഏതാണ്, റിയേജൻറ്റ്, കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ, ഇതേപോലെ ആരോ ഇട്ടിട്ട് ജസ്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ അത് കൂടുതൽ തവണ നോക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് കിട്ടും. അപ്പം ഇതാണ് റിവിഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ റിവിഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. എസ്പെഷ്യലി ഫിസിക്കലിൻ്റെ കേസിൽ എന്തായാലും ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എക്സാംസ് ആണ്. എക്സാംസ് എന്ന് പറയുമ്പം നിങ്ങൾ മോഡൽ പേപ്പർ ചെയ്യണം. അതിൽ PSCൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, PSCൻ്റെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 2024 എക്സാം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കോട്ടേക്ക് ചെയ്താൽ മതി. കാരണം പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള എക്സാംസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പഴയത് നോക്കുന്നതിനേക്കാളും 2024 ടു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രോപ്പർ ടൈം വെച്ച് തന്നെ ചെയ്യണം. 1 hour 30 minutes ആണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പോൾ നമുക്കറിയാം 100 questions ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് 1 minute താഴെ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഞാനൊരു 5 questions എങ്കിലും ചെയ്യണമെന്ന് പറയും. 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും ചെയ്യണം. അതിന് ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നിങ്ങൾ ചെയ്യുക. അതും പറ്റിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ട് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്ര ക്വസ്റ്റ്യൻസ് എത്ര ടൈമിൽ ചെയ്യണം, അത് ചെയ്തെത്തുന്നുണ്ടോ എന്നെല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ ചെയ്യാം, മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് ഒരു 15 days. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 10 days എങ്കിലും എന്ത് ചെയ്യുക, ഫൈനൽ റിവിഷൻ കംപ്ലീറ്റ് നമ്മൾ പഠിച്ച പോർഷൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഫൈനലായിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. അപ്പം റിവൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഷോർട്ട് നോട്ട്സിന് വേണം ഡിപ്പെൻഡ് ചെയ്യാൻ. എന്നിട്ട് കിട്ടാത്ത പോർഷൻസ്, അതായത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ തിയറി നോട്ട്സും കൂടി നോക്കാം. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മൊത്തം നോട്ട്സ് ഒന്ന് ഓടിച്ച് നോക്കുക. എന്നിട്ട് ഷോർട്ട് നോട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താലും മതി. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെൽഫ് കോൺഫിഡൻസ്. അതായത് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാം ഒന്നുമല്ല. നമ്മൾ പ്രോപ്പർ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു എക്സാം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മളൊരു BSc കെമിസ്ട്രി ലെവൽ എക്സാംസ് ആകുമ്പം അതിന് ഒത്തിരി ഡിഫിക്കൽട്ടി വരില്ല. ഒരു MSc എക്സാം പോലെ അത്രയും ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. അപ്പം ഈ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ എടുത്തിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഓൾറെഡി നമ്മുടെ സയൻറ്റിഫിക് ഓഫീസർ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. അപ്പം ആ എക്സാംസിൻ്റെ അത്രയൊന്നും ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആ എക്സാം കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഈസി ആയിരുന്നു. അപ്പം അത്രയൊക്കെ ലെവലിലൊക്കെ വരുള്ളൂ. അപ്പം കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺഫിഡൻസ് കൈവടിയാണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതായത് ഇവിടെ നിങ്ങളിപ്പം തിയറി ഓൾറെഡി കംപ്ലീറ്റഡ് ആണെങ്കിലും ഇതിൻ്റെ തിയറി പോർഷൻ കുറച്ച് കംപ്ലീറ്റ് ആവാനുള്ളവരാണെങ്കിലും രണ്ടുപേരുടെ കേസാണെങ്കിലും ഒരുപാട് ടൈം തിയറിക്ക് കൊടുക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസിന് കൂടുതൽ ടൈം കൊടുക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് വരും. അപ്പം നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചാണ് കോൺഫിഡൻസ് വരുന്നത്. നമ്മൾ പറയും ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയില്ല, അങ്ങനെ പറയും. ബട്ട് സ്റ്റിൽ നമുക്കെപ്പോഴും പഠിക്കുന്നതിനനുസരിച്ച് കോൺഫിഡൻസ് കൂടും. അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുന്നത് കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സിലബസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. All the best.